നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ ഇന്ത്യൻ പാർലമെന്റിൽ JPC എന്നൊരു കമ്മിറ്റി, അതായത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി, അതിനു മുമ്പാകെ വയ്ക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ റിപ്പോർട്ടുകളൊന്നും തന്നെ പരിഗണിക്കപ്പെടാറില്ല. കാരണം BJP ആണ് അതിനകത്ത് ആധിപത്യം എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളച്ചൊടിക്കാൻ അവർ വിരുദ്ധന്മാരാണ്. നേരത്തെ തന്നെ വഖഫ് ഭേദഗതി നിയമം അതിനാൽ അനുസൃതമായി BJPക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് വളച്ചൊടിച്ചതാണ്. എന്നാൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ JPCയിൽ അംഗമായതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിന് ചില കാര്യങ്ങളിൽ BJPക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല. അതിലൊന്നാണ് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ. എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അതായത് മുൻപ് രാജീവ് കുമാർ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ കാലാവധിയിൽ ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിപ്പോർട്ടുകളിൽ ആസൂത്രിതമായിട്ടുള്ള ഫാബ്രിക്കേഷൻ ഉണ്ട് എന്നാരോപിച്ചുകൊണ്ട് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വലിയ വാഗ്വാദങ്ങൾ ഉയർത്തി. അതുമായി ബന്ധപ്പെട്ട ചില ഗൗരവമേറിയ റിപ്പോർട്ടുകൾ ജുഡീഷ്യൽ എൻക്വയറിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം, അതിന് പ്രത്യേകമായി ജുഡീഷ്യൽ കമ്മീഷനെ വെപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യം അത് വീണ്ടും ഹർജിയായി സുപ്രീം കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്നത് സഞ്ജീവ് ഖന്ന ആയതുകൊണ്ടും അദ്ദേഹം എടുക്കുന്ന നടപടിക്രമങ്ങളിൽ BJPക്ക് വലിയ ആശങ്കയുള്ളതുകൊണ്ടും ആ രീതിയിലുള്ള സാധ്യതകളെ രാഹുൽ ഗാന്ധി പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. ഒരുപക്ഷെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന പദവിയിലിരിക്കുമ്പോഴും അത്രമേൽ ഒറ്റപ്പെട്ട് വരുന്ന സാഹചര്യം, അതല്ലെങ്കിൽ ഒട്ടും സുഖകരമല്ലാത്ത നാൾ വഴികളിലൂടെ കടന്നു പോകുന്നു എന്നതാണ് കൃത്യമായും സഞ്ജീവ് ഖന്ന മറ്റുള്ള ചീഫ് ജസ്റ്റിസുമാരിൽ നിന്നും ഏറെ വ്യത്യസ്തനാകുന്നത് എന്നാണ് കൃത്യമായി പൊതുവെയുള്ള പരാമർശം. എന്തു തന്നെയായാലും JPCയിലേക്ക് കൂടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൻ്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും അത് JPCയിൽ ഒരു ചർച്ചാ വിഷയമായി മാറ്റുകയും ചെയ്യാനാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. JPCയിൽ ഈ വിഷയം പ്രിയങ്ക ഗാന്ധി ചർച്ചയ്ക്ക് വയ്ക്കും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായും കൂടിയാണ് തീരുമാനമെടുത്തുകൊണ്ട് ജ്ഞാനേഷ് കുമാറിനെ നിയമിക്കുന്ന കാര്യങ്ങളിൽ നടപടികൾ വേഗത്തിലാക്കിയത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് കൂടി അതിനകത്ത്, അതായത് സെലക്ട് കമ്മിറ്റിയിൽ അംഗമായിരിക്കെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൂടി അത്തരമൊരു കമ്മിറ്റിയിൽ നിയോഗിക്കണം എന്ന ഒരു ആവശ്യം പോലും ചർച്ച ചെയ്യാതെ ഏകാധിപത്യ നടപടിയെടുത്തതിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം മുഴുവനായും ഉള്ളത്. നിലവിൽ JPCയിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമ്പോഴും രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ തൻ്റെ പക്കൽ ഉള്ളത് ഇപ്പോഴും കോൺഫിഡൻഷ്യലാണ്. അത് പുറത്തേക്ക് വിട്ടാൽ ഒരുപക്ഷെ അതിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ BJPക്ക് ചിന്തിക്കാനേ കഴിയില്ല എന്നതാണ്.